പോറ്റിപ്പെടുത്തിയോ എന്നാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പോറ്റിപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇനിയാണ് യഥാർത്ഥത്തിൽ പെടാൻ പോകുന്നത്. CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ വിഷയത്തിൽ EDയുടെ വരവോടുകൂടി വളരെ ഗൗരവത്തിൽ ഈ വിഷയം മാറാൻ പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ EDയുടെ എൻട്രി കൂടി നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തു പോകണം. വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ ഫലങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ EDയുടെ വരവോടുകൂടി ഉണ്ടാവാൻ പോവുകയാണ്. പോറ്റിപ്പെടുത്തു എന്ന് ചോദിച്ചാൽ, പോറ്റിയെ പോലെയുള്ള എല്ലാ അവതാരങ്ങളും അവതരിക്കുന്നത് ഇതേപോലെയുള്ള ആളുകളെ, സ്വാധീനശേഷിയുള്ള ആളുകളുമായിട്ട് ചേർന്ന് നിന്ന് അവരുടെ ആളാണ് എന്നത് പറയാൻ വേണ്ടിയാണ്. പിണറായി വിജയൻ്റെ വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വരുന്ന ഒരവതാരവും ഉണ്ടാവില്ല. പക്ഷെ നോക്കൂ, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എത്രയെത്ര അവതാരങ്ങൾ വന്നുപോയി. അതിലേറ്റവും ഒടുവിലത്തെ അവതാരമാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാധീന വലയത്തിൽ കുടുങ്ങാത്തതായി ഇപ്പോൾ ആരാ ഉള്ളത്? നോക്കൂ, സോണിയാഗാന്ധി മുതൽ ഇങ്ങ് അടൂർ പ്രകാശ് മുതൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഈ സ്വാധീന വലയത്തിൽ പെട്ടുപോയി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾ അത് ഉപയോഗപ്പെടുത്തിയല്ലേ മറ്റുള്ള ആളുകളെ ഈ ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പിന് വേണ്ടിയിട്ട് മറയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. രണ്ട് തരത്തിൽ ഞാനിതിനെ കാണുന്നു. ഒന്ന്, അയാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചു. രണ്ട്, EDയുടെ വരവോടുകൂടി ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച കോൺഗ്രസിനും അതൊരു തിരിച്ചടിയായിട്ട് മാറാൻ പോവുകയാണ്. ഞാൻ ആദ്യത്തെ ഭാഗം വിശദീകരിക്കാം. നോക്കൂ, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പ്രമുഖരുമായിട്ട് ഇയാൾ പലയിടങ്ങളിലും പോയി നിന്ന്, അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വരുമ്പോൾ ഒരു ഗൂർഖ ജീപ്പിൻ്റെ സ്പോൺസറായിട്ട് അവതരിക്കും. യഥാർത്ഥത്തിൽ ആ ഗൂർഖ ജീപ്പ് ആരാ സ്പോൺസർ ചെയ്തെന്ന് അറിയാമോ? ഭീമ ജുവലറിയാണ്. ഭീമ ജുവലറി സ്പോൺസർ ചെയ്ത് ഭീമ ജുവലറിയുടെ ഒരു PRO കൈമാറേണ്ട താക്കോൽ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ DGPയുടെ സാന്നിധ്യത്തിൽ കൊടുക്കുന്നത്? എനിക്കവിടെയുള്ളൊരു സംശയമുള്ളത്, എന്തുകൊണ്ടാണ് ഇന്റലിജൻസ് സംവിധാനം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നൊരു ശുദ്ധ തട്ടിപ്പുകാരനെ 2004 മുതൽ തന്ത്രിക്ക് പരിചയമുള്ള, 2007 മുതൽ ശബരിമലയിൽ ആക്റ്റീവായിരുന്ന, 2019 വളരെ നിർണായകമായ സ്പോൺസർഷിപ്പുകളും തട്ടിപ്പുകളും നടത്തിയ ഒരാളെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ ഈ ഗൂർഖ ജീപ്പ് കൊടുക്കുന്ന സമയത്ത് പോലും പോലീസിൻ്റെ ഇൻ്റലിജൻസിനോ ദേവസ്വത്തിൻ്റെ ഇൻ്റലിജൻസിനോ അറിവില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? വളരെ സംശയമുണ്ടാക്കുന്നൊരു കാര്യമാണ്, അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇതൊന്ന്. പക്ഷേ അവിടെ അയാൾ തന്ത്രപൂർവ്വമാണ് കേട്ടോ ഈ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്ന് വർത്തമാനം പറയാൻ പോലും, മുഖ്യമന്ത്രി അടുത്തുനിന്ന് ക്ലോസ് ആയിട്ടുള്ള ഫ്രെയിമിൽ ഫോട്ടോ എടുക്കാൻ പോലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അതിനുശേഷം പറഞ്ഞ് അങ്ങ് പോകുന്നതാണ് കാണുന്നത്. പക്ഷേ അവിടെ ശശിയുമായിട്ട് സംസാരിക്കുന്നതായിട്ട് ഉള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ DGPയുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരൊറ്റ ചിത്രം പോലെ ഇയാൾക്ക് എത്രയെത്ര സ്പോൺസർമാരെ ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പറയാൻ പറ്റും. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? 30 കോടി രൂപയിലധികം രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തി എന്ന് സംശയിക്കുന്നയാളാണ്. എങ്ങനെയാണ് ഇയാൾ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയത്? ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇന്ന് പിടിച്ചെടുത്ത ഡോക്യുമെന്റുകളിൽ എറണാകുളത്തെ ഡോക്യുമെന്റ് ഉണ്ട്, കൊല്ലത്തെ ഡോക്യുമെന്റ് ഉണ്ട്, നോക്കൂ തിരുവനന്തപുരത്തെ ഡോക്യുമെന്റുകളുമുണ്ട്. 3 ജില്ലകളിലായിട്ട് അയാൾ വ്യത്യസ്ത ഭൂമി രജിസ്ട്രേഷനുകൾ നടത്തിയിട്ടുണ്ട്. ആ ഭൂമി രജിസ്ട്രേഷനുകൾ നടത്തിയതിൽ പലതും വട്ടിപ്പലിശയ്ക്ക് പണം കൊടുത്ത് തിരിച്ചു നൽകാത്തവരുടെ പ്രമാണം ബലമായി പിടിച്ചെടുത്ത് ഭാര്യയുടെയും അമ്മയുടെയും പേരിൽ രജിസ്റ്റർ ചെയ്ത ഓപ്പറേഷൻ കുബേരയിൽ കുടുങ്ങേണ്ട ഒരാളാണ്. ഓപ്പറേഷൻ കുബേരയിൽ അയാൾ കുടുങ്ങിയില്ല. കുബേരയിൽ കുടുങ്ങിയില്ലെന്ന് മാത്രമല്ല, അയാൾ കുബേരനായി തീരുകയും ചെയ്തു. അയാൾ മുഖ്യമന്ത്രിക്ക് പോലും പോയി ഈ ദേവസ്വം ബോർഡിന് ഗൂർഖ ജീപ്പ് കൈമാറുന്ന ഒരു സ്പോൺസറായിട്ട് മാറി. സോണിയാഗാന്ധിക്ക് ജൻപഥി പോയി ചരടി കെട്ടി കൊടുക്കുന്ന ആളായി മാറി. പോലീസിൻ്റെ അകമ്പടിയോടുകൂടി വരുന്ന കടകംപള്ളി സുരേന്ദ്രനെ വീട്ടിൽ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനോ കുഞ്ഞിൻ്റെ മറ്റേതോ ഒരു കർമ്മത്തിനോ വേണ്ടിയിട്ട് വിളിക്കുന്ന ആളായിട്ട് മാറി. അടൂർ പ്രകാശ് അയാളുടെ വീട്ടിൽ നിത്യസന്ദർശകനായി മാറി. എങ്ങനെയാണ് നൂലുകെട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കൊരു അല്ല, ഈ പൂണൂല് ധരിപ്പിക്കുന്ന ഒരു കർമ്മമുണ്ട്. അത് 10 വയസ്സാകുമ്പോൾ അത് ചെയ്യുന്നതായി, ഒരു 10-11 വയസ്സാകുമ്പോൾ അത് ചെയ്യുന്നതാവാം, എന്തോ ആവട്ടെ. പക്ഷേ എങ്ങനെയാണ് പോലീസിന്റെ സെക്യൂരിറ്റിയോട് കൂടി കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ദേവസ്വം മന്ത്രി, എങ്ങനെയാണ് UDFന്റെ കൺവീനർ MP ഈ പറയുന്ന ഒരു ഓപ്പറേഷൻ കുബേരയിൽ കുടുങ്ങേണ്ട ഒരു തട്ടിപ്പുകാരൻ്റെ വീട്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? അത് അടൂർ പ്രകാശ് ഒന്നല്ല പലതവണ പോയി എന്നാണ് പറയുന്നത്. എന്തായാലും വിക്രമൻ നായരെ പോലെയുള്ള അപ്പുറത്ത് CCTVക്ക് തുല്യമായ രീതിയിൽ ഒബ്സർവേഷനുള്ള ഒരാൾ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായി. വന്നിരിക്കുന്ന ആളുകൾ എത്ര തവണ വന്നു എന്നത് പോലും വിക്രമൻ നായർ വളരെ വ്യക്തമായി പറഞ്ഞു. അതൊരു പക്ഷേ വളരെ പ്രമുഖരായ വ്യക്തി ആയതുകൊണ്ടാവാം അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മിച്ചു വെച്ചിട്ടുണ്ടാവും ആരൊക്കെ എത്ര തവണ വന്നു എന്നുള്ളത്. പക്ഷേ അത് വളരെ കൗതുകമായ ഒരു കാര്യമാണ്. തൊട്ടപ്പുറത്തിന് വീട്ടിൽ ആരൊക്കെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ ക്ലോസ് ആയിട്ട് വിക്രമൻ നായർ പറഞ്ഞു. പക്ഷേ ആ മൊഴി വളരെ നിർണായകമാണ്. വിക്രമൻ നായർ ഇത് തുറന്ന് പറയുകയും ചെയ്തു. അതാണ് ഇന്ന് റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. അപ്പോൾ ഓപ്പറേഷൻ കുബേരയിൽ കുടുങ്ങേണ്ട ഒരു തട്ടിപ്പുകാരനെ വിശ്വസിച്ചത് ആരെല്ലാം?
അങ്ങനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ ആ പോറ്റി അവരെ വളരെ ബുദ്ധിപരമായി പെടുത്തി. ആർക്കു വേണ്ടി പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കേസിൽ നിർണായകമായ സ്ഥാനത്ത് നിൽക്കുന്നത് ഈ തന്ത്രി രാജീവ് കണ്ഠരാണ്. ആ തന്ത്രി രാജീവ് കണ്ഠരുടെ ഓരോ ചെയ്തികളായിട്ട് പുറത്തുകൊണ്ട് വരികയാണ്. പക്ഷേ ആ തന്ത്രി രാജീവ് കണ്ഠർ ഇഡിയുടെ അന്വേഷണ റഡാറിൽ ഇപ്പോൾ വന്നിട്ടില്ല കേട്ടോ. ആ തന്ത്രി രാജീവ് കണ്ഠരും പോറ്റിയും കൂടി ചേർന്ന് നടത്തി അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സ്വാധീനത്താൽ നടത്തിയ ഒരു വലിയ കൊള്ളയെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചതിന് കിട്ടിയ തിരിച്ചടിയാണ്. അതാണ് ഞാൻ ഈ രണ്ടാമത്തെ ഭാഗത്ത് പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പോറ്റി ഇനി പെടുത്താൻ പോകുന്നത് യഥാർത്ഥത്തിൽ CPM-നെയും കോൺഗ്രസിനെയും ഒരേപോലെയാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. അതിൽ കൂടുതൽ ആഘാതം ഏൽക്കാൻ പോകുന്നത് ഇതുവരെ CPM-നായിരുന്നെങ്കിൽ കോൺഗ്രസിന് കൂടി പരിക്ക് കൂടുതൽ ഏൽക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം എന്താ, ഈ കേസിൽ 2 പ്രധാനപ്പെട്ട MP-മാരുണ്ട്. അതിലൊന്ന് അടൂർ പ്രകാശ്, മറ്റൊന്ന് ആന്റോ ആന്റണി. 2 ചോദ്യങ്ങൾ ബാക്കി. അടൂർ പ്രകാശ് എന്ന് പറയുന്ന MP UDF-ന്റെ കൺവീനർ പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി എന്ന് ഇതുവരെ പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു മണ്ഡലത്തിലെ അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ മാത്രമുള്ള പരിചയമേ ഉള്ളൂ. അദ്ദേഹം ഒരു വീട് നിർമ്മിച്ച് നൽകുന്ന സമയത്തെ ചടങ്ങിൽ മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ, ആ ബൈറ്റ് നമ്മുടെ മുന്നിലാണ്. എങ്ങനെയാണോ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് പറഞ്ഞത്, അതേ കാര്യം തന്നെയാണ് അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് അടൂർ പ്രകാശ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു അഥവാ അത് മറച്ചുവെച്ചു? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പരിചയം, ഒരയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ, ഒരു വീട് വെച്ച് കൊടുക്കുന്ന സമയത്തെ സ്പോൺസർ എന്ന നിലയിൽ ഞാനവിടെ പോയി ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നത് മാത്രമാണെന്ന് പറഞ്ഞു. പക്ഷേ പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മിസ്റ്റർ അടൂർ പ്രകാശ്, താങ്കളൊരു നിത്യസന്ദർശകനായിരുന്നില്ലേ? പലതവണ വന്നു പോയിട്ടില്ലേ? പലതവണ. എന്താണ് താങ്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വന്ന് പോകാനുള്ള അടുപ്പം എന്താണ്? ഈ ചോദ്യത്തിന് മറുപടി അടൂർ പ്രകാശ് പറയണം. പറഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം, ED ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1,30,00,000 വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി പ്രമാണങ്ങളടക്കം പിടിച്ചെടുത്തു. പക്ഷെ നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്ക് ഗിഫ്റ്റ് കൊടുത്തു? ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കൊക്കെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു? EDയുടെ റഡാറിലേക്ക് വരാൻ പോവുകയാണ്. SITക്ക് പരിമിതിയുണ്ട്, EDക്ക് പരിമിതിയില്ല. അതാണ് ഞാൻ പറയുന്നത്. അത് ഇനി പെടാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ കേസിനെ രാഷ്ട്രീയവൽക്കരിക്കുക വഴി അടൂർ പ്രകാശും ഒപ്പം തന്നെ ആന്റോ ആന്റണി ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. ആന്റോ ആന്റണി ഈ ചരട് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സോണിയാഗാന്ധിയുടെയും മധ്യത്തിൽ നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ജൻപഥിൽ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് എന്ന ചോദ്യത്തിന്, എന്ന് കയറ്റി എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമില്ല. ചില വക്താക്കളൊക്കെ പറയുന്നത് ഈ രോഗപീഠ അനുഭവിക്കുന്ന സമയത്ത് രോഗശാന്തി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോയി എന്നാണ്. അതിനുള്ള യോഗ്യത പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടുത്തെ വെറും ഒരു പരികർമ്മിയ ആളെ ശബരിമലയിലെ ശാന്തിക്കാരനായിട്ട് അവതരിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ജൻപഥിലേക്ക് എത്തിച്ചതാരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജൻപഥിൽ കയറ്റിയതാരാണ് എന്ന ചോദ്യം ഇതുവരെ ഒരു രാഷ്ട്രീയ തമാശയായിരുന്നെങ്കിൽ ED വരുന്നതോടുകൂടി ആ രാഷ്ട്രീയ തമാശയിൽ നിന്നത് ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറുകയാണ്. EDയുടെ ഈ അന്വേഷണത്തിൽ ED ഒരു കേസും എടുക്കാൻ പറ്റാത്ത ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ പോയി ഈ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കേസെടുത്തൊടുവിൽ കോടതിയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതാണല്ലോ. പക്ഷേ ED ഈ കേസിൽ വരുമ്പോൾ ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്പർ 1, ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് SIT ആണ്. അപ്പോൾ ഒരു ഒഫൻസ് അവിടെയുണ്ട്, ഒരു ഒഫൻസ് ഷെഡ്യൂൾഡ് ഒഫൻസ് അവിടെയുണ്ട്. 2, അതിൽ സ്വന്തം കള്ളപ്പണം വെളുപ്പിച്ചോ എന്നൊരു കേസ് കൂടി വേണമെങ്കിൽ അന്വേഷിക്കാം. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സുഭാഷ് കപൂർ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര തട്ടിപ്പുകാരനുമായി സാമ്യമുള്ള കേസാണിതെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ EDക്ക് ECIR നിയമപരമായി നിലനിൽക്കും. ECIR നിയമപരമായി നിലനിൽക്കുമെങ്കിലുള്ള അടുത്ത ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ട്രാൻസാക്ഷൻ നടത്തിയവർ ആരൊക്കെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി കൈകാര്യം ചെയ്തത് PMLA പ്രകാരമുള്ള ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ വിഹിതം ആരൊക്കെ കൈപ്പറ്റിയെന്ന ചോദ്യം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അത് ജൻപഥിൽ സോണിയാഗാന്ധി അങ്ങനെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കൈപ്പറ്റിയിട്ടുണ്ടെന്ന്. പക്ഷേ നിങ്ങൾ ഇനി ബോധിപ്പിക്കേണ്ടി വരും EDയുടെ മുന്നിൽ ആ സമ്മാനത്തിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് സമ്മാനമാണ് നൽകിയത്? എന്താണ് കൊടുത്തിരിക്കുന്നത്? നോക്കൂ, 2 പേരാണ് കേട്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ബെല്ലാരിയിലെ റോദ്ദം ജുബിലിയുടെ ഗോവർദ്ധനുമാണ്. ഈ 2 കേസിൽ സ്വർണം കൊള്ളയടിച്ചവനും ആ സ്വർണ്ണം മുതൽ വാങ്ങിയവനും ഈ സോണിയാഗാന്ധിയുടെ മുന്നിൽ ഒരു ഗിഫ്റ്റുമായിട്ട് നിൽക്കുന്ന ചിത്രമുണ്ട്. അതിനിടയാക്കിയത് ആന്റോ ആന്റണിയോ അടൂർ പ്രകാശോ അതാരാണെങ്കിലും അവരെ ED വിളിപ്പിക്കുകയാണെങ്കിൽ, അവരുടെ മൊഴി എടുക്കുകയാണെങ്കിൽ നിർബന്ധമായും അതൊരു നാഷണൽ ഹെഡ്ലൈനായിട്ട് മാറും. ശബരിമലയിലെ ഇതിനകം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാമല്ലോ, സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്തിരിക്കുന്ന CBI കൊടുത്തിരിക്കുന്ന ഒരു PAയിൽ 2003 വലിയ വിവാദമായിരുന്നു. അന്ന് സോണിയാഗാന്ധിയുടെ സഹോദരിയായ അനുഷ്ക വിൻസി 2 നഗരങ്ങളിലായിട്ട് എത്നിക്ക ഗണപതി എന്ന പേരിൽ ഇറ്റലിയിൽ ഒരു ആന്റിക് ഷോപ്പ് നടത്തുന്നുണ്ടെന്നും ഇന്ത്യയിൽ നിന്ന് ആന്റിക് വസ്തുക്കൾ അങ്ങോട്ട് കടത്തുന്നു എന്നതുമായിരുന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരോപണം. അതിൽ ഒരു വസ്തുതയുമില്ല എന്നുള്ളത് CBI പിന്നീട് കണ്ടെത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ മറപിടിച്ച് അന്വേഷണം ആരിലേക്കൊക്കെ എത്തിക്കൂടാ? ഒരു കേസ്
കേസിൽ ഒരു തുമ്പുമില്ലാതിരുന്ന കേസിലെടുക്കാൻ ഒരു സാഹചര്യവും ഇല്ലാതിരുന്ന കേസിൽ, നാഷണൽ ഹെറാൾഡ് കേസിൽ EDക്ക് എത്രത്തോളം പോകാമെങ്കിൽ ശബരിമല കേസിൽ ഈ സോണിയാഗാന്ധിയെയും കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ പെടുത്തിയിട്ടുണ്ട്, ഇനി പെടുത്താൻ പോകുന്നതാണ് കൂടുതൽ ഗൗരവമേറിയ വിഷയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരേപോലെ CPM-ൽ കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറിനും വാസുവിനും കുരുക്കായിട്ട് മാറുമ്പോൾ മറുഭാഗത്ത് കുരുക്കായിട്ട് മാറുന്നത് സാക്ഷാൽ സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനും ആന്റണിക്ക് കൂടിയാണ് എന്നുള്ളതാണ്. ബാക്കി പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും G രാമൻ നായരും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് EDയുടെ വരവിൽ അങ്ങനെയൊരു രാഷ്ട്രീയ ഫലം ഉണ്ടാവുകയാണെങ്കിൽ, രാഷ്ട്രീയമായ പ്രത്യാഘാതം ഉണ്ടാവുകയാണെങ്കിൽ അതിനാര് സമാധാനം പറയും? രണ്ടുപേരും സമാധാനം പറയണം. CPM നിശ്ചയമായും ഇതിൽ സമാധാനം പറയേണ്ടത് എന്തുകൊണ്ട് പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ളൊരു തീരുമാനമെടുത്തില്ല. അന്നും CPM എടുത്ത ഒരു വിശദീകരണം, അല്ലെങ്കിൽ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഭരണപരമായ വീഴ്ചയ്ക്കും അപ്പുറത്തേക്ക് എന്താണ് ഈ പത്മകുമാർ ചെയ്ത കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി അത് മനസ്സിലാക്കിയത് കുറ്റപത്രത്തിന് ശേഷം മനസ്സിലാക്കിയിട്ട് നടപടിയെടുക്കാം എന്നുള്ളതാണ്. സാർ, ആ കാലം പോയി. ഒരു വാർത്ത ഈ പ്രചരണ ആയുധങ്ങളുടെ സഹായത്തോടു കൂടി തീയായിട്ട് കത്തിപ്പടരുന്ന കാലമാണ്. അത് എത്താവുന്ന എല്ലാ ഇടങ്ങളിലേക്കും പോയി. ആ അവസരം ഒരുക്കി കൊടുത്തു. അന്ന് ആ സമയത്ത് പത്മകുമാറിനെ മാറ്റി നിർത്തിയെങ്കിൽ CPM-ന് പറയും ഈ പാർട്ടിക്ക് ഈ ഒരു ബന്ധവുമില്ല. നമുക്കറിയാമല്ലോ, ഇത് CPM-നോ കോൺഗ്രസിനോ നേരിട്ട് ബന്ധമില്ലാത്ത കൊള്ളയാണ്. ഇത് തന്ത്രി രാജീവ് കണ്ഠരുടെ നേതൃത്വത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും നടത്തിയിരിക്കുന്ന കൊള്ളയാണ്. ബാക്കി എല്ലാവരെയും ഉപയോഗിക്കാനാണ് ശ്രമിച്ചത്, ടൂളാക്കി മാറ്റാനാണ് ഉപയോഗിച്ചത്. ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചതിന് കോൺഗ്രസും ഇതിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതിന് CPM-ഉം വില നൽകേണ്ടി വരും. ഇതുവരെ നമ്മൾ കണ്ടതല്ല. EDയുടെ വരവോടുകൂടി അത് വളരെ കൃത്യമായിട്ടാണ് ED പിച്ച് ചെയ്തിരിക്കുന്നത്. EDയുടെ രേഖകൾ കണ്ടെത്തിയിരിക്കുന്നത്, ഡോക്യുമെന്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അന്വേഷണം പോകുന്നതിൻ്റെ വഴി ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അടൂർ പ്രകാശ് മറുപടി പറയേണ്ടി വരും. കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറഞ്ഞു. പക്ഷേ അടൂർ പ്രകാശിൻ്റെ മറുപടിയും നമ്മൾ കാത്തിരിക്കുകയാണ്. ആന്റണിയും ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. പെടുത്തിയോ എന്ന ചോദ്യത്തിന് പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി പെടാൻ പോകുന്നതാണ് ഇതുവരെ നമ്മൾ കണ്ടതിനേക്കാൾ വലിയ കഥ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി UDF-നും CPM-നും ദോഷം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.